നിങ്ങളെല്ലാം അറിയുന്നൊരു വാർത്തയുണ്ട്, ഞാൻ കുറേ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രീതി മേരി എന്നും വന്ദന ഫ്രാൻസിസ് എന്നും വിളിക്കുന്ന രണ്ട് സഹോദരിമാർ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രണ്ട് കുറ്റാണ്. ഒന്ന് മതപരിവർത്തനം നടത്തി, രണ്ടാമത്തെ കുറ്റം മനുഷ്യക്കടത്ത് നടത്തി. നിങ്ങൾ ഉപദേശപരമായോ ചിന്താപരമായോ ഈ കന്യാസ്ത്രീമാരോടോ അവരുടെ പഠനങ്ങളോടോ സിസ്റ്റത്തോടോ യോജിക്കാത്തവരാകും. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണ്ടേ, അവർ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലോ വീട്ടിൽ പട്ടിണിയായതിൻ്റെ പേരിലോ തിരഞ്ഞെടുത്തല്ല ഈ വഴി. കത്തോലിക്ക സഭ നിർബന്ധിച്ചാക്കിയതല്ല, അവരെ വീട്ടുകാരെ നിർബന്ധിച്ചതല്ല, സ്വന്തം മനസ്സോടെ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആ കുട്ടികൾ, സഹോദരിമാർ രണ്ടും. വളരെ വർഷങ്ങളിലെ ത്യാഗമുണ്ട്. അവർക്കൊപ്പം പഠിക്കാൻ പോയ 100-100 പേരിൽ നിന്ന് പകുതി ആളുകളും വിട്ടുപിരിഞ്ഞിട്ടും അവരുടേതായ ശരിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു നിൽക്കുന്ന ഇവരുടെ ജോലി എന്താ അറിയണ്ടേ? അവർ തിരഞ്ഞെടുക്കുന്നത് കുഷ്ഠരോഗികളുടെ ചേരിയായിരിക്കും, ആദിവാസികളുടെ ഗ്രാമമായിരിക്കും, നിരക്ഷരരുടെ മേഖലയായിരിക്കും. ഇവിടെ പോയി മാസശമ്പളം കൈപ്പറ്റാതെ അവരുടെ സേവനം കംപ്ലീറ്റ് അർപ്പിക്കുന്ന തൊഴിലത്. മനസ്സിലായോ? അവർക്ക് ഈ മനുഷ്യക്കടത്ത് കടത്തി ജീവിക്കേണ്ട ഗതികേടെന്നുള്ളവരല്ല, അത്തരം കുടുംബങ്ങളില്ല. ചരിത്രം പഠിക്കണം, മനസ്സിലായില്ലേ? ഇതിന് നാൾക്കപ്പുറത്ത് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അവിടെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് ദീർഘനാളിലെ ജയിൽവാസം. ചായ കുടിക്കാൻ വയ്യ, കാരണം പാർക്കിൻസൺസ് രോഗം വന്നിട്ട് കൈവിറയ്ക്കും. അദ്ദേഹത്തെ കണ്ട് ഇവിടെ നിന്ന് പോയ ആളുകൾ ചോദിച്ചു, ഫാദർ സ്റ്റാൻ സ്വാമി? അദ്ദേഹം പറഞ്ഞ സന്തോഷമാണ്, കാരണം അപ്പോസ്തലന്മാരും ഇങ്ങനെയൊക്കെ കിടന്നല്ലോ, ഒരു നിരാശയില്ല, എന്തെങ്കിലും ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, പറ്റുമെങ്കിലും ഒരു ഉപകാരം. എന്താ? എനിക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ കയ്യിലെടുത്ത് കൈ വിറയ്ക്കും, വെള്ളം കുടിക്കാൻ വയ്യ, ഒരു സ്ട്രോ കിട്ടിയാൽ കൊള്ളാം. വെള്ളം കുടിക്കാനുള്ള ആ സ്ട്രോ പോലും നിഷേധിച്ചു. ആ പൊട്ടിപ്പൊളിഞ്ഞ ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ ഇഹലോകവാസം പിടിഞ്ഞു. ഇങ്ങനെ 1-2 പേരല്ല, 100 കണക്കിന് ആളുകൾ ഇന്ത്യയിലെ ജയിലിൽ കിടപ്പുണ്ടേ, 100 കണക്കിന്. എനിക്കിതിൽ നിരാശയുള്ള ആളല്ല, എനിക്കിതൊരു ആവേശമാണ്. ഞാൻ നിങ്ങളിൽ ചൊല്ലിയ കൂടി അവിടെ കിടത്താനുള്ള പണിയാണ് നോക്കുന്നത്. അങ്ങനെ സന്തോഷമുള്ളവരെ ക്രിസ്ത്യജീവിതം തിരഞ്ഞെടുക്കാവൂ, അതാ പറഞ്ഞേ. നമുക്കവിടെ കിടക്കാൻ പറ്റാതെ പോയത് നമ്മൾ അത്ര യോഗ്യരല്ലാത്തതുകൊണ്ടാണെന്ന് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ. ദൈവത്തിന് ഏറെ വിശുദ്ധരെ വേണമായിരിക്കും. അതുകൊണ്ടാണ് ഗ്രഹാസ്റ്റേറ്റ്സിനെ പോലെ ഒരു കുറ്റവും ചെയ്യാത്ത തിമത്തി, എസ്തേർ ഇവരെപ്പോലുള്ള ആളുകളെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ വെളിപ്പെടുത്തിയത്. ആമേൻ. പക്ഷെ ഒരു കാര്യം കൂടി പഠിക്കണം, ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരോടൊന്നും എനിക്കൊരു വിരോധവും വൈരാഗ്യമുള്ള ആളല്ല. വിയോജിപ്പ എഴുതുന്നു കേട്ടോ, വൈരാഗ്യമല്ല. ഈ രാജ്യത്ത് ആദ്യത്തെ കലാലയം